ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 7-8 വാക്യങ്ങൾ. യോഹന്നാൻ 16-7-8 വാക്യങ്ങൾ. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. യോഹന്നാൻ 15-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് പരാമർശിക്കപ്പെട്ട നിരവധി വെല്ലുവിളികൾ ശിഷ്യ സമൂഹത്തിന് ഭാരമുള്ളതായി തോന്നാനുള്ള സാധ്യത മനുഷ്യ സഹജമായി ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് അവർക്ക് പ്രോത്സാഹനവും പ്രചോദനവും നൽകേണ്ടത് ആവശ്യമായിരുന്നു. യേശു അവരിൽ നിന്നും ഭൗതികമായി മറയാൻ തുടങ്ങുന്നുവെന്ന് മാത്രമല്ല, ധാരാളം എതിർപ്പുകളും ലോകത്തിൽ അവർക്കുണ്ടാകുമെന്ന അറിവ് അവരെ ആകുലചിത്തരാക്കിയിട്ടുണ്ടാവാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ശിഷ്യർക്ക് ശാക്തീകരണത്തിനായി ലഭ്യമായിട്ടുള്ള വിഭവങ്ങളെപ്പറ്റി കർത്താവ് തൻ്റെ വിടചൊല്ലൽ പ്രഭാഷണത്തിൻ്റെ അന്ത്യഭാഗത്ത് രേഖപ്പെടുത്തുന്നു. അതിലൊന്ന്, തങ്ങൾ അനുഭവിക്കുന്ന എതിർപ്പുകൾ അപ്രതീക്ഷിതമല്ല എന്ന തിരിച്ചറിവ് ശിഷ്യർക്കുണ്ടാകണം. അവരുടെ കർത്താവും ഗുരുവുമായ യേശു തമ്പുരാൻ ഇങ്ങനെ സംഭവിക്കുമെന്ന് മുൻകൂട്ടി അവരെ അറിയിച്ചിട്ടുണ്ട്. സുവിശേഷകർക്ക് എതിർപ്പുകൾ ഉണ്ടാക്കുന്നവർ ഒരിക്കലും സത്യദൈവത്തെ അറിഞ്ഞ് അംഗീകരിച്ചിട്ടുള്ളവരല്ല. പക്ഷേ അവർ അവകാശപ്പെടുന്നത് ദൈവത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ കുത്തക അവർക്കാണ് എന്നും അവരാണ് ദൈവകൃപയുടെ സ്വീകർത്താക്കളെന്നുമാണ്. ദൈവിക വെളിപ്പാടുകളുടെ ക്രമാനുഗതമായ പുരോഗതിയെക്കുറിച്ച് അവർക്ക് ധാരണയില്ല. 16-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ 11-ാം വാക്യം വരെ ഒരേ ഭാഗമാണ്. കർത്താവ് അവരെ ആശ്വസിപ്പിക്കുന്ന ശിഷ്യന്മാരെ, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, എതിർപ്പുകളുണ്ട്, പ്രയാസമുണ്ട് എന്നൊക്കെ അവരോട് പറഞ്ഞ് തൻ്റെ വിട വാങ്ങിയ പ്രസംഗത്തിൽ പിന്നീട് അവരെ കുറച്ചൊരു പോസിറ്റീവ് എനർജി നൽകാനാണ് ഈ ഒരു ഭാഗത്ത് കർത്താവ് ശ്രമിക്കുന്നത്. രണ്ടാമത്, യേശു അവരെ അറിയിക്കുന്നത് ശാരീരികമായി കർത്താവ് മറയുന്നത് കൊണ്ട് ശിഷ്യന്മാരൊരിക്കലും അനാഥരായി പോകുന്നില്ല എന്ന യാഥാർത്ഥ്യമാണ്. പരിശുദ്ധാത്മാവെന്ന സ്വർഗീയ ദാനം അവർ അനുഭവിക്കും. ആശ്വാസപ്രദനായ ഉപദേഷ്ടാവായിരിക്കും നൽകപ്പെടുന്ന പരിശുദ്ധാത്മാവ്. യേശു അവരുടെ മധ്യത്തിൽ നിന്നും വാങ്ങിപ്പോകുന്നുവെന്നത് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒരു ആശയമാണ്. തൃത്വ ദൈവ ആളത്വങ്ങൾ എപ്പോഴും സഹവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് പോകുക എന്നത് വാസസ്ഥാനം മാറുന്നു എന്നതിനേക്കാൾ ആത്മീയമായ ഒരു ഉയർത്തപ്പെടലായി അതിനെ കാണണം. മരണത്തിലൂടെയും ഉയിർത്തെഴുന്നേൽപ്പിലൂടെയും യേശു മഹത്വം പ്രാപിച്ചിരിക്കുന്നു. ആത്മീയ ഊർജത്തിൻ്റെ അവ്യക്തമായ ഒരു പ്രകരണം എന്നതല്ല, പിന്നെയോ മരണപുനരുദ്ധാനങ്ങളുടെ അല്ലെങ്കിൽ അതിലൂടെ പിതാവിൻ്റെ വലതു ഭാഗത്ത് പ്രവേശിച്ചിരിക്കുന്ന യേശുവിൻ്റെ ഈ ക്രിസ്തു സംഭവത്തെക്കുറിച്ച് പ്രസംഗിക്കുകയും അതിന് ജീവിതം കൊണ്ട് സാക്ഷ്യമുദ്ര ചാർത്തുകയും ചെയ്യുന്നതാണ് പരിശുദ്ധാത്മശക്തി. മൂന്നാമത്, പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയിലൂടെ ശിഷ്യരും ലോകത്തിന് പാപബോധം വരുത്തുകയാണ് ചെയ്യുന്നത്. പാപബോധം വരുത്തുക എന്നാൽ ഒരു വ്യക്തിയെ തൻ്റെ പാപത്തെ തുറന്നു കാണിച്ച് അനുതാപം വരുത്തുക എന്നാണ് അതിൻ്റെ വ്യാജ്യാർത്ഥം. തുറന്ന് കാട്ടുന്നതിലൂടെയാണ് പാപബോധം വരുത്തുന്നത്. പാപം, നീതി, ന്യായവിധി എന്ന 3 കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവിലൂടെ വ്യക്തമാക്കുന്നത്. പെന്തക്കോസ്ത് നാളിൽ പത്രോസിന്റെ പ്രസംഗം കേട്ടവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പാപം ഏറ്റുപറഞ്ഞ അനുഭവമാണ് പരിശുദ്ധാത്മ പ്രവർത്തനത്തിന് ഏറ്റവും ഉത്തമമായ ഉദാഹരണം. ദൈവകൃപയെ സ്വീകരിക്കുന്നതിന് മനസ്സില്ലാതെ സ്വന്തം ശക്തിയിലാണ് തങ്ങളുടെ രക്ഷയെന്ന് വിശ്വസിച്ച് പോകുന്നതാണ് പാപം. ഒരു വ്യക്തിയുടെ നീതിയും നീതീകരണവും ദൈവനീതിയും ദൈവം നൽകുന്ന നീതീകരണമാണ്. ലോകത്തിൻ്റെ മിഥ്യാഭിമാനങ്ങളാണ് ന്യായം വിധിക്കപ്പെടുന്നത്.
ശിഷ്യന്മാർ പ്രസംഗിക്കുന്നത് പൈശാചികന് യേശുവിൻ്റെ മേലോ യേശു ശിഷ്യരുടെ മേലോ യാതൊരു അധികാരവുമില്ലെന്നും തങ്ങളെ എതിർക്കുന്ന പ്രതിലോമ ശക്തികളുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ തങ്ങൾക്ക് ജയം അനുഭവമായിരിക്കുന്നു എന്നുമാണ്. ആ വിജയഭേരി പരിശുദ്ധാത്മാവിലൂടെയാണ് സാധ്യമാകുന്നത്. അപ്പോൾ ഈ വേദഭാഗം നമ്മളോട് ഓർമ്മിപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങൾ അല്ലെങ്കിൽ സഹനങ്ങൾക്ക് കാരണം വിമോചനം പ്രാപിച്ചിട്ടില്ലാത്ത ചില ഘടനകളും വ്യക്തികളുമാണെങ്കിൽ അവയുടെ രൂപാന്തരീകരണത്തിനായി നാം പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ സഹന മരണാനുഭവങ്ങളുടെ നേർ സാക്ഷ്യമെന്നാൽ നമ്മുടെ സാഹചര്യങ്ങളിൽ നാം സ്വീകരിക്കേണ്ട സഹനങ്ങൾ തന്നെ എന്ന തിരിച്ചറിവ് നമുക്ക് ആവശ്യമാണ്. സ്വയനീതീകരണ ബന്ധനത്തിലും ധാർമ്മിക അശുദ്ധിയുടെ തടവറയിലുമായിരിക്കുന്ന ലൗകിക ഘടനകൾക്ക് ദൈവനീതി, ദൈവിക ന്യായവിധി, ദൈവകൃപയെ അവഗണിക്കുന്ന പാപം എന്നിവ ഓർമ്മപ്പെടുത്തുന്നതിലൂടെ അനുതാപവും വീണ്ടെടുപ്പും നൽകുന്നു. പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ ആശ്വാസപ്രദനായി ദൈവത്തിൻ്റെ സാന്നിധ്യമായി നമുക്ക് പകർന്നിരിക്കുന്നതിനാൽ നമ്മളേറെ സന്തോഷിക്കണം. നമ്മൾ തനിച്ചല്ല. ലോകത്തിൽ കഷ്ടമുണ്ട്, പ്രയാസമുണ്ട്, എതിർപ്പുകളുണ്ട്. അതിൻ്റെ മധ്യത്തിൽ ഈ ആശ്വാസപ്രദൻ നമ്മോട് കൂടെയുണ്ട്, നമ്മളെ ശക്തീകരിക്കും. പ്രാർത്ഥിക്കും. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട കർത്താവേ, പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേ നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ ധൈര്യത്തോടെ, സന്തോഷത്തോടെ, പ്രത്യാശയോടെ ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ലോക കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും ഒറ്റപ്പെടലുകളിലും അവിടുന്ന് ഞങ്ങളെ തനിച്ചാക്കുന്ന ദൈവമല്ല എന്ന് വാഗ്ദാനം നൽകിയിരിക്കുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ സാന്നിധ്യം ഞങ്ങൾക്ക് പകർന്നിരിക്കുന്നല്ലോ. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ ആ വലിയ ബോധ്യത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാന്റെ കരുണ എല്ലാവരോടും കൂടെ ഇരുന്ന് വഴി നടത്തണമേ. യേശു മിശിഹാ മൂലം പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും സാന്നിധ്യവും നാം എവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.